നോക്കൂ, ലോകത്തിൽ മോക്ഷം എന്നൊരു വാക്ക് ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഭാരതീയരാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കണം. മോക്ഷം എന്നൊരു വാക്ക്, ഹിന്ദു സംസ്കൃതി മോക്ഷത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന സംസ്കാരമാണ്. ലോകത്തിൽ മോക്ഷം എന്നൊരു കാഴ്ചപ്പാട് സമർപ്പിച്ചു തന്നെ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്നത് തന്നെ ഭാരതീയ ദർശനങ്ങളാണ്. മോക്ഷം, ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് ഒരു സ്കൂളിലും സയൻസിലും പഠിപ്പിക്കാത്ത കാര്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ കൈവരിക്കേണ്ടത്, നേടേണ്ടത് 4 കാര്യങ്ങളാണ്. ഇതിനെ പറയാം പുരുഷാർത്ഥം എന്ന് പറയും. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് ചോദിച്ചാൽ, എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കൂ, ഈ ചോദ്യം നിങ്ങളൊന്ന് ജനറലി ചിന്തിച്ചു. ഭാരത ദർശനം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ 4, ഒരു സ്റ്റൂളിന് 4, ഒരു ചെയറിന് 4 കാലെന്ന് പോലെ ഒരു മനുഷ്യ ജീവിതത്തിന്റെ 4 കാലുകളാണ് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. എന്തൊക്കെയാണ് ഈ ധർമ്മം എന്ന വാക്ക്? അതാണ് ആദ്യം നമുക്ക് പറഞ്ഞത്. ധർമ്മം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്: കൃത്യനിഷ്ഠയും അനുഷ്ഠാനം. എന്താണ് കൃത്യനിഷ്ഠയും അനുഷ്ഠാനം? ഇതാണ് നമ്മുടെ ധർമ്മം. അതെന്തിനാ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും? ഈ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ചെയ്യുമ്പോൾ മനസ്സിന്റെ ദുർബല ചിന്തകളുടെ തീവ്രത കുറയും. അപ്പൊ നല്ലത് ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, ഓരോ മനസ്സിലും തമോ ഗുണമുള്ള ആലസ്യമുണ്ട്. ആലസ്യമുള്ള മനസ്സിന് ഒരിക്കലും പുരോഗതി കൈവരിക്കാൻ സാധ്യമല്ല. അത് വളരെ ഡള്ളാണ്. അത് വളരെ എന്താ പറയാ, ലഥാർജിക്കാണ്. അതിങ്ങനെ അലസമായി സമയം തീർക്കും. രണ്ടാമത്തതാണ് വളരെ റെസ്റ്റ്ലെസ് ആയുള്ള രജോ ഗുണ മനസ്സ്. ഒന്നിലും മെയിൻലി ഫോക്കസ് ചെയ്യാൻ കഴിവില്ലാത്തൊരു മനസ്സാണ്. മൂന്നാമത്തതാണ് സാത്വിക മനസ്സ്. അതിന് ഫോക്കസിങ് പവറുണ്ട്, പക്ഷെ അത് ഇമോഷണലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണം ഒരു സാത്വിക് മൈൻഡ് വേണം. അതേപോലെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അതായത് സ്റ്റേബിൾ മൈൻഡ് വേണം. ദുഃഖങ്ങളും വിഷമങ്ങളും വന്നാൽ അതൊന്നും നമ്മളെ തളർത്താൻ പാടില്ല. അതുപോലെ അമിതമായിട്ടുള്ളൊരു ഭോഗതൃഷ്ണയിലേക്കൊട്ട് വീണു പോവുകയും ചെയ്യരുത്. അപ്പൊ പ്രലോഭനങ്ങളെ നിയന്ത്രിക്കാനും സാധിക്കണം, പ്രയാസങ്ങളെ അതിവർത്തിക്കാനും സാധിക്കുന്ന ഒരു മൈൻഡ് വേണ്ടേ? അതേപോലെ ഭൗതിക പുരോഗതിയും നേടാൻ സാധിക്കുന്ന കഴിവ് നമുക്കുണ്ടാവണമെങ്കിൽ ധർമ്മം വേണം. അതിനാണ് കൃത്യനിഷ്ഠയും അനുഷ്ഠാനം. നമ്മുടെ കുട്ടികളെ അത് പരിശീലിപ്പിക്കണം. നോക്കൂ, നമ്മുടെ ക്ഷേത്രങ്ങളൊന്നും ദൈവങ്ങളെ വെച്ച് പൂജിച്ച് നിങ്ങളുടെ കാര്യസാധ്യങ്ങൾ ചെയ്തു തരുന്ന സ്ഥലങ്ങളല്ല. ക്ഷേത്രം ഒരു പരിവർത്തനത്തിന്റെ, ട്രാൻസ്ഫോർമേഷന്റെ, മനസ്സിനെ പോസിറ്റീവ് ആക്കുന്നതിന്റെ കേന്ദ്രങ്ങളാണ്. അതിന് ക്ഷേത്രത്തിൽ വന്ന് നാമം ജപിക്കുക വേണം. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് വിനീതമായ അപേക്ഷയുള്ള ഒരു ജപമാല വാങ്ങിച്ച് കുട്ടികളെ കൊണ്ട് ഒരു 108 തവണ നാമം ചൊല്ലിച്ചിട്ടേ അമ്പലത്തിനകത്തേക്ക് നിങ്ങൾ കയറാം. അല്ലെങ്കിൽ നിങ്ങൾ വഴികാട്ടികളല്ല, നിങ്ങൾ വഴിമുടക്കികളാണ്, നിങ്ങൾ അന്ധവിശ്വാസികളാണ്. എന്താണ് അന്ധവിശ്വാസം? നേരെ അകത്തുപോയി തൊഴുതു, അതൊരു അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസത്തിനല്ല ക്ഷേത്രം വെച്ചിരിക്കുന്നത്. ക്ഷേത്രം വെച്ചിരിക്കുന്നത് മനപരിവർത്തനത്തിനാണ്. എന്തിനാണ്? എല്ലാം മനപരിവർത്തനത്തിനാണ്. ഞാൻ പറയുന്ന വാക്കല്ല, സാക്ഷാൽ കൃഷ്ണൻ തന്നെ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിരിക്കുന്നത് മനസ്സിന്റെ പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. ഭാഗവതം, നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടല്ലോ, ഭാഗവതം 11-ാം സ്കന്ധം 23-ാമധ്യായം 46-ാം ശ്ലോകം. ഇത് ഭഗവാൻ കൃഷ്ണൻ ഉദ്ധവരോട് പറയുകയാണ്. ഇനി എത്രയും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ കാര്യമാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തോന്നിയതുപോലെ നിങ്ങൾ ചെയ്യരുത്. ആളുകൾ എന്തോ അന്ധമായി ആചരിക്കുന്നു എന്ന് വെച്ചിട്ട് പൊട്ടരെ പോലെ അവരെ പിന്തുടരരുത്. കാരണം ഭൂരിപക്ഷം ആളുകളും അന്ധരാണ്. അവരാരോ ചെയ്യുന്നത് അനുകരിക്കുകയാണ്. വിവരമുള്ള ആളുകളല്ല അവര്. മനസ്സിലാവുണ്ടല്ലോ. അമ്പലത്തിൽ വെറുതെ പോയി വായും പൊളിച്ചിരുന്നത് കൊണ്ടോ തൊഴുതുപോയത് കൊണ്ടോ ഒരു മാറ്റവും നമ്മളിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് തലമുറകൾ ഇങ്ങോട്ട് വരാത്തത്. കാരണം അവർക്ക് ഇതിനോട് താല്പര്യമില്ലാതായിപ്പോയി. കാരണം നിങ്ങളത് അന്ധതയാണ് ആചരിച്ചതെന്ന് അവർക്ക് ക്രമേണ അവർ മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഹിന്ദുമതത്തെ എല്ലാവരും ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്.
ഈ ക്ഷേത്രങ്ങളിൽ എന്താ പോയിട്ട് എന്താ കാര്യം? ക്ഷേത്രങ്ങളിൽ എന്താ ദൈവം എന്താ ചെയ്യുന്നത്? മനസ്സിലാവുണ്ടോ നീക്ക്? അപ്പൊ നമ്മൾ അതിനെ വേണ്ട വിധത്തിൽ ആചരിക്കണം. അതാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്. 11:23-46 പറയും, ദാനം സ്വധർമ്മോ നിയമോയമശ്ച ശ്രുതം ച കർമാണി ച സദ്വ്രതാനി സർവേ മനോനിഗ്രഹലക്ഷണന്ത പരോഹി യോഗോ മനസസമാധി. ആളുകൾ ഏത് സത്കർമ്മം ചെയ്യുന്നതും, ദാനം, സ്വധർമ്മം, ഇനി അങ്ങോട്ട് നോക്കൂ, സദ്വ്രതാനി. നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു വ്രതമാണ്, ഒരു അനുഷ്ഠാനമാണ്. ഇതൊക്കെ ചെയ്യേണ്ടത് മനോനിഗ്രഹലക്ഷണം. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തെ തൊഴാൻ വേണ്ടിയിട്ടല്ലത്. മനസ്സിന്റെ നിഗ്രഹം. മനസ്സിന്റെ നിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലുള്ള ചാഞ്ചല്യങ്ങൾ, ആലസ്യം, ദുർബലതകളൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സത്കർമ്മങ്ങളൊക്കെ നമ്മൾ ഉറക്കെ പറയൂ ചെയ്യേണ്ടത്. അപ്പൊ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? മനസ്സിനെ ആലസ്യത്തിൽ നിന്നും, റിപ്പീറ്റ് ചെയ്യൂ, മനസ്സിനെ ആലസ്യത്തിൽ നിന്നും, മനസ്സിനെ ചഞ്ചലതയിൽ നിന്നും, മനസ്സിനെ ചഞ്ചലതയിൽ നിന്നും, മനസ്സിനെ മാനസിക ദൗർബല്യത്തിൽ നിന്നും, മനസ്സിനെ മാനസിക ദൗർബല്യങ്ങളിൽ നിന്നും പരിവർത്തനം വരുത്തുന്നതിനാണ്, ഉയർത്തുന്നതിനാണ് അമ്പലത്തിൽ പോകുന്നത്. എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? ഇത് തത്തമ്മേ പൂച്ച പൂച്ചയാവരുത്. എന്തിനാ പോകുന്നത്? മനസ്സിനെ തമോ ഗുണം, ഓർമ്മ വേണം, തമോ ഗുണം ആലസ്യം, 2 രജോ ഗുണം ചഞ്ചലത, 3 ഇമോഷണൽ ബ്രേക്ക് ഡൗൺ, അതിനെ പറയാ ദൗർബല്യം. മനസ്സിന്റെ ഇത്തരം കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ പരിവർത്തനം വരുത്തുന്നതിന് വേണ്ടിയാണ് എവിടെ പോകുന്നത്? ഇത് പരിവർത്തനം വന്നാൽ കിട്ടുന്നത് എന്താണ്? 3 കാര്യങ്ങളാണ്. 3 പോയാൽ 3 കിട്ടും. ഏതൊക്കെയാണ് കിട്ടാൻ പോകുന്നത്? ഏകാഗ്രത. എന്ത് കിട്ടും? മനഃശക്തി. എന്ത് കിട്ടും? മനസ്സിന് നല്ല ശക്തി കിട്ടും. തൃപ്തി. മനസ്സിനൊരു സ്വസ്ഥത അല്ലെങ്കിൽ തൃപ്തി കിട്ടും. മനസ്സിന് ഭയങ്കര തൃപ്തി വരും, കണ്ടന്റ്മെന്റ്. ഇങ്ങനെ ഒന്ന് പോകുമ്പോൾ സീസു പോലെയാണ്. ഒരു ഭാഗം താഴുമ്പോ വേറൊരു ഭാഗം പോകും. അപ്പൊ ഒന്ന് പോകുമ്പോൾ വേറൊന്ന് കിട്ടും. ഇത് മക്കൾക്ക് വേണോ? ഇത് നിങ്ങൾക്ക് വേണോ? അപ്പൊ ആദ്യം എന്ത് വേണം? അമ്പലത്തിൽ പോയിട്ടൊരു 108 നാമം ചൊല്ലി പ്രദക്ഷിണം വെച്ചിട്ടേ അമ്പലത്തിനകത്തേക്ക് കയറാം. അങ്ങനെയൊക്കെ പോകുന്നവർ വല്ലവരും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇനി മാറ്റണ്ടേ? മാറ്റുവിൻ ചട്ടങ്ങളെ എന്നാണ്. വീടിന്റെ ചട്ടങ്ങളല്ല മാറ്റേണ്ടത്. കുമാരനാശൻ മാറ്റം പറഞ്ഞത് അവനവന്റെ മനസ്സിന്റെ ശീലങ്ങളെയാണ് ചട്ടങ്ങൾ എന്ന് പറഞ്ഞത്, അല്ലാതെ ജനവാദിന്റെ ചട്ടങ്ങളല്ല. അവനവന്റെ ശീലങ്ങളെ നമ്മൾ മാറ്റണം. തയ്യാറാണോ? എത്ര പേര് തീരുമാനിച്ചു നന്നാവണമെന്ന്? അപ്പൊ ഇതുവരെ നന്നായില്ല എന്നുള്ള ഉറപ്പില്ലേ? അപ്പൊ അവനവര് വേണമെങ്കിൽ അല്ല, ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാം. സത്യം പറഞ്ഞാൽ ജീവിതം ആനന്ദമാണ്, ജീവിതം ഒരു രസമാണ്. അതിനെന്താ അറിയോ? ജീവിതം ആനന്ദമാവണമെങ്കിൽ ഒരു ദിവസം നമുക്ക് ഡള്ളാവരുത്. നിങ്ങൾ നോക്കൂ, രാവിലെ തന്നെ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഈ കള്ളു കുടിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, നല്ലോണം അകത്തേക്ക് ചെന്നാൽ പിറ്റേ ദിവസം ഹാങ് ഓവർ ആണ്, ഭയങ്കര ഒരു ഡ്രൗസിനെസ് ആണ്. എന്ത് ജീവിതം അവരുള്ളത്? എന്നാ ഈ സാധനം മോന്തുമ്പോഴോ അപ്പോഴും ഇവന് സുഖമൊന്നുമില്ല. ഒരു വീട്ടിലൊരു ഭർത്താവ് കള്ളു കുടിക്കാൻ വേണ്ടി ബാറിൽ പോയത്, ഈ മനുഷ്യനെ കാണുന്നില്ല. ഭാര്യ അവസാനം സ്കൂട്ടർ എടുത്ത് പോയി 10-10 ഇരുന്നു മോന്ത് അവിടെ കിടന്നിട്ട്. ഭാര്യ നോക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ ഇത്തിരി കള്ളം വെച്ചൊരു ഇളിച്ചു കാട്ടിയിട്ട് അങ്ങനെ കുടിക്കണം. ഭാര്യ, ഈ വൃത്തികെട്ട വെള്ളം കുടിക്കാനാണോ മനുഷ്യ അവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ടിരിക്കണു? എനിക്ക് ഉറങ്ങണം, വേഗം അങ്ങോട്ട് പോവാന്ന്. അപ്പൊ പറയാ, കല്യാണി ഞാനതൊന്ന് കുടിച്ചു തീർക്കട്ടെ എന്ന്. മോന്തി കുടിക്കും മനുഷ്യ എന്ന് പറഞ്ഞപ്പോ, എടി ഇതങ്ങനെ അറിഞ്ഞില്ല എന്ന്. അപ്പൊ ഭാര്യ ഒന്ന് ഇത്തിരി വായിൽ വെച്ചപ്പം വല്ലാത്തൊരു എരിച്ചിൽ, ഒരൊറ്റ തുപ്പ് വെച്ചു കൊടുത്താടെ മുഖത്ത്. ഈ വൃത്തികെട്ട വെള്ളം കുടിക്കാനാണോ മനുഷ്യ എത്രയും കഷ്ടപ്പെട്ടുള്ള പൈസയും ചെലവഴിക്കുന്ന? അപ്പൊ ഭാര്യയോട് പറയാണ്, കല്യാണി ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ സുഖിക്കല്ല കഷ്ടപ്പെടുകയാണെന്ന്?
എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനത് കിட்ட ഇറക്കുന്നതെന്ന് അറിയോ? എന്നിട്ട് നീ വിചാരിക്കണേ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് സുഖിക്കുകയെന്നാ. എന്റെ ഒരു കഷ്ടപ്പാട് ഞാൻ മാത്രമല്ലേ അറിയുള്ളൂ എന്ന്. ഇതാണ് ലോകം. എന്നാ പിറ്റേ ദിവസം വല്ല സുഖമുണ്ടോ? അതുമില്ല. എന്നാ ഇതൊക്കെ ഒഴിവാകുമോ? അതുമില്ല. മനസ്സിലാവുണ്ടോ? പണ്ട് ഒരച്ഛനോട് മകൻ ചോദിച്ചു, അച്ഛാ കല്യാണപ്രായമൊക്കെ ഈ കല്യാണമൊക്കെ കഴിച്ചാൽ അച്ഛ ജീവിതം സുഖമാവോ? സത്യം പറയണം അച്ഛൻ, കല്യാണമൊക്കെ കഴിഞ്ഞാൽ ജീവിതം സുഖമായിരിക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ ഉത്തരം പറയാ? നിങ്ങളെന്താ അന്തം വിട്ട പോലെ നിൽക്കുന്നത്? ഒരു ലളിതമായൊരു ചോദ്യം. കല്യാണം കഴിഞ്ഞാൽ ജീവിതം സുഖമാവോ? കൊളാവൂന്നോ? ജീവിതം സുഖാവോ എന്ന് വെച്ചാൽ കൊളമാവുന്നാണ് ഉത്തരം. ജീവിതം സുഖമാവോ? അത് വിട്ടോളൂ, നിങ്ങളെ പറഞ്ഞ വാക്ക് വിട്ടോളൂ. കൊളാവോ, സുഖമാവോ? എത്ര പേര് സുഖാവോ എന്നുള്ളത്? ഒരു 4-5 അമ്മമാര്. ഒന്നുകിൽ കാത് കേൾക്കരുത്, അല്ലെങ്കിൽ മിണ്ടാൻ കഴിവുണ്ട്. ഞാൻ നോക്കിയിട്ട് ജീവിതം സുഖാവുന്നത് രണ്ടു കൂട്ടർക്കാ. കാത് കേൾക്കാത്തൊരു ഭർത്താവും അധികം സംസാരിക്കാത്തൊരു ഭാര്യയും ഉണ്ടെങ്കിൽ ആ വീട്ടിൽ വലിയ കുഴപ്പമില്ലാതെ തട്ടിമുട്ടി വട്ടി പോവും. ആണോ? നോൺ സ്റ്റോപ്പ് FM റേഡിയോ ഒരു ഭാര്യയും എന്ത് കേട്ടാലും ചാടി എന്താ പറയുക ഇര വിഴുങ്ങുന്ന പോലത്തെ ഒരു ഭർത്താവും ഉണ്ടെങ്കിൽ ആ വീട്ടിൽ പരമാനന്ദം തന്നെയായിരിക്കും. ആ രാവിലെ തുടങ്ങും ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. ഒരു വിദേശി വന്നിട്ട് ഈ ഇന്ത്യൻ കല്യാണത്തിന് പങ്കെടുത്തു. അപ്പൊ ചോദിച്ചു, ഈ കല്യാണത്തിന് അവിടെയൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് ഈ ബൊക്കെ കൊടുക്കല്. അത് നമ്മുടെ കേരളത്തിലാണ് കൂടുതൽ. കല്യാണം കഴിഞ്ഞ് മാലക്കെട്ട് കഴിഞ്ഞ രണ്ടുപേർക്കും ബൊക്കെ കൊടുക്കാം. അപ്പൊ ചോദിച്ചു, ഇത് എന്താ ഈ സാധനം വെച്ചു? പറഞ്ഞു, ഇത് ഗദയുടെ പ്രതീകമാണത്രേ. ഇനി ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് തുടങ്ങാമെന്ന്. രണ്ടുപേർക്ക് അന്ന് തുടങ്ങും രണ്ടും. ആരാ ശരി? നീയാണോ ശരി? ഞാനാണോ ശരി? നീയാണോ ശരി? ഞാനാണോ ശരി? തമ്മിലട്ടി. അപ്പൊ ഈ അച്ഛൻ കോട്ടയം കറുകച്ചാലുള്ള ആളായിരുന്നു. അപ്പൊ അച്ഛൻ മകനോട് പറഞ്ഞു, മോനെ ഈ കല്യാണ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കഥ പറഞ്ഞുതരാം. പണ്ട് ഒരു കൂട്ടം ഉറുമ്പുകൾ ഇങ്ങനെ കറുകച്ചാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഉറുമ്പുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് നല്ല സ്വീറ്റ് സ്മെല്ല്. അപ്പൊ ഈ ലീഡർ പറഞ്ഞു, ഹേയ് ശിഷ്യന്മാരൊക്കെ അവിടെ നിൽക്കുക, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാൻ എന്താ സംഭവം എന്നുള്ളത്. ലീഡർ മുങ്ങി. ലീഡറെ കാണാനില്ല. ഇപ്പോഴത്തെ ലീഡർമാരൊക്കെ അങ്ങനെയാ. പിന്നെ അവരെ മുങ്ങിയ പിന്നെ അവരെ കാണില്ല. അപ്പൊ അടുത്ത ലീഡർ പറഞ്ഞു, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാൻ. അയാളെയും കാണുന്നില്ല. ഓരോരുത്തരും മുന്നേ പോയവർ അന്വേഷിച്ച് അവസാനം ഒരുത്തനും തിരിച്ചു വരുന്നില്ല. ഇപ്പൊ ലാസ്റ്റ് ഉള്ള ആള്, അയാൾ ഇത്തിരി ഭാഗവതം കേട്ടൊരു പാർട്ടിയാണ്. അയാൾ ഈ ലക്ഷത്തിൽ പെട്ടതല്ല, ദേശം ഒരു മൂളയുള്ള ഒരാളാണ്. അയാളൊന്ന് പോയി അന്വേഷിച്ച് നോക്കിയപ്പോ സംഭവം എന്ന് വെച്ചാൽ ഒരു പ്ലാവ്, അതിലൊരു ചക്ക പക്ഷികൾ കൊത്തി നല്ല പഴുത്തത്. ഈ ഒരു സ്മെല്ലടിച്ചിട്ടാണ് ഈ ഉറുമ്പൊക്കെ കൂടി കയറിയിരിക്കുന്നത്. ഇവരെല്ലാം ആ ചക്കയുടെ രുചിയും അനുഭവിച്ച്, അപ്പൊ ഈ താഴെയുള്ള ആള് പറഞ്ഞു, ഇറങ്ങി വരൂ, നമ്മളൊരു വഴിക്ക് ഇറങ്ങിയതല്ലേ, ഇതിന്റെ പിന്നാലെയല്ലല്ലോ വന്നത്, നമുക്ക് പോകണ്ടേ. അപ്പൊ അവര് പറഞ്ഞു, നീ കൂടെ കൊണ്ട് പോയ എന്തൊരു മധുരാണെന്നറിയോ, ഇതൊക്കെ അനുഭവിക്കാനും വേണം ഒരു യോഗം. എന്നാ പിന്നെ നിങ്ങൾ ഇറങ്ങി വരൂ, നിങ്ങൾ അനുഭവിച്ചല്ലോ, അത് മതി. നിങ്ങളെ അനുഭവിച്ചില്ലേ, കുറച്ച് എനിക്കും കൂടി കൊണ്ടുപോയിട്ടു, ഞാൻ അങ്ങോട്ടില്ല. അല്ലല്ല, നീ ഇങ്ങോട്ട് വാന്ന്. നിങ്ങളിങ്ങോട്ട് ഇറങ്ങി വരുമോ? അവസാനം ഒരുത്തം പറഞ്ഞു, ഞങ്ങൾ ഇനി വരണം എന്ന് വിചാരിച്ച പോലും വരാൻ പറ്റില്ല എന്ന്. കാരണം അതിലങ്ങോട്ട് ഒട്ടിപ്പോയി. പശയല്ലേ അതില്, ആ പശയിൽ ഒട്ടിപ്പിടിച്ചുപോയി. ഇനി പുറത്ത് കടക്കണം എന്ന് വിചാരിച്ചാലും, അപ്പൊ സുഖല്ലേ എന്ന് ചോദിച്ചാൽ സുഖാണ്, പക്ഷെ ജന്മം പുറത്ത് കിടക്കാൻ പറ്റില്ല. മോനെ, ഇതാണ് കല്യാണമെന്ന്. ശരിയാണ് അച്ഛൻ പറഞ്ഞത്. ചക്കയിൽ ഉറുമ്പ് കുടിക്കിയ പോലെ ഇതുപോലെയാണ് ജീവിതം. അപ്പോ ഇവിടെ മനസ്സിലാക്കി വെക്കുക, നമ്മൾ ഇത്തരം സുഖങ്ങളൊക്കെ അനുഭവിച്ചു പോകുമ്പോഴും ജീവിതത്തിൽ എന്നും കാലം ഇത് നമുക്ക് നിലനിർത്തി തരില്ല. കാരണം
കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനോ നാം വൃത 2-4 ദിനം കൊണ്ടൊരുത്തനെ കണ്ടിലേറ്റി നടത്തുന്നതും മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറപ്പു കെറ്റുന്നതും 10 കെട്ടുകിൽ 100 മതി ശതമാകിൽ സ ഇങ്ങനെ പോവാണ്. ഇത്തമോരോന്നോ ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ജീവ. എത്ര സത്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആണോ? നമ്മൾ ദിവസവും പത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആണോ? പലതും മോഹിക്കുന്നു, ഇടയ്ക്ക് ജീവിതം പോകുന്നു, പലരും ആഗ്രഹിക്കുന്നു, പക്ഷെ കാലം വേറൊരു ജീവിതമാണ് നമുക്ക് തരുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മോക്ഷം മനസ്സിന് എന്ത് വേണം? മോക്ഷം നേടണം. അതിന് ധർമ്മത്തിന്റെ അടിത്തറയുണ്ടെങ്കിലേ മോക്ഷം നേടാൻ. ഈ ധർമ്മം എന്ന് പറയുന്നത് കൃത്യനിഷ്ഠയും അനുഷ്ഠാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമവും കിടക്കുന്നതിന് മുമ്പ് അതൊരു ശീലമാക്കി നോക്കൂ. ഒരു ഓവർ പീരീഡ് നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ മനസ്സ് ക്രമേണ 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 ഈ ഒരു അനുഷ്ഠാനത്തിലേക്ക് അടുത്തടുത്തടുത്ത് വന്ന് അതിൻ്റെ ഒരു ആകർഷണ തീവ്രത കൂടുന്തോറും മനസ്സിന്റെ നേരത്തെ പറഞ്ഞ ആലസ്യം, അസ്വസ്ഥത, ദൗർബല്യം അത് പറയൂ ഈ കുറഞ്ഞു വരുന്ന ഈ പ്രക്രിയയുടെ പേരാണ് മോക്ഷം. അപ്പൊ മോക്ഷം എന്ന് പറയുന്നത് ഒരു മരണസമയത്ത് കിട്ടുന്നതല്ല. അത് ജീവിച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അനുഷ്ഠാനത്തിലൂടെ ഉണ്ടാകുന്ന ഒരു പരിണാമമാണ് മോക്ഷം.